പേര് ശ്രീനിവാസൻ, വള്ളിക്കുന്ന് പഞ്ചായത്ത്, കൊടക്കാട്. ചോദിക്കാനുള്ളത് അക്ബർ സാറിനോടാണ്. കലാനാഥൻ മാഷ് പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന ചില സൂക്തങ്ങളിൽ പറഞ്ഞതിന് വൈരുദ്ധ്യമായിട്ടുള്ള അത് വേറെയും വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. അതായത് 112-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള സൂക്തം പറയുകയാണെങ്കിൽ, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം ലയദ് യലം യൂലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു. കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാവുന്നുവെന്ന്, അല്ലാഹു സമത്ത് ഏകനാവുന്നുവെന്ന്, ലം യലിദ് വലം യൂലദ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവന് ആരുടെയും ആശ്രയം വേണ്ടതാനും. ലം യലിദ് വലം യൂലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ്, അതായത് അവൻ ആരുടെയും സന്താനവുമല്ല, അവനൊട്ട് സന്താനവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ആശ്രയമില്ലാത്ത ആള് മലക്കുകളെ ആശ്രയിക്കുന്നു, അത് തന്നെ ഒരു വൈരുദ്ധ്യം. അതേപോലെ ജിന്നിലുള്ള വിശ്വാസം, ഷെയ്ത്താനിലുള്ള വിശ്വാസം, ഇതെല്ലാം ആണോ ശരിക്ക് ഇസ്ലാമിക സംസ്കൃതി? ജിന്ന്, ഷെയ്ത്താൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം വളർത്തുകയാണോ? ഇസ്ലാമിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഫുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വ ഇഖാമു സ്വലാത്തി വ ഈതാഉ സകാത്തി വ സൗമു റമളാൻ വാജുൽ ഫൈത്ത് മനസ്താഹ ഇലൈഹി സഫീല. ഇങ്ങനെ അഞ്ച് കർമ്മസ്തംഭങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. അതല്ല ശരിയായിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് ഈ മറ്റുള്ള വിശ്വാസങ്ങളെ പിടിക്കുന്നത് തെറ്റല്ലേ? അതേപോലെ ഈ കാണുന്നത് ഖുറാനിൽ വൈരുദ്ധ്യമായിട്ട് ഒന്ന് പറഞ്ഞ, അതായത് ഇതില്ല, വേറെ ആരെയും ആശ്രയിക്കേണ്ട എന്ന് പറയുമ്പോൾ മലക്കുകളെ ആശ്രയിക്കുന്നു, അതേപോലെ പിശാചിനെ അതായിക്കുന്നു. അത് എന്തുകൊണ്ട് വരാൻ കാരണം? അതിനെ പറ്റിയുള്ള വിശദീകരണം. ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല പടച്ചോൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ മലക്കും ജിന്നും പിശാചല്ലെന്ന്? അതിന് ബുദ്ധിമുട്ടി ആയത്തുകൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊള്ളുന്നില്ല, ആശയം കൊണ്ട് പറഞ്ഞാൽ മതി. നമ്മൾ വളരെ സമയം പരിമിതല്ലേ. പിന്നെ അറബി ഭാഷക്കാണെങ്കിൽ ഒരു സവിശേഷത ഉണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടി പറയുന്നല്ല അബദ്ധങ്ങളാണ്, ഒരുപാട് അബദ്ധങ്ങളാണ് അറബിയിൽ പറയുമ്പോൾ നിങ്ങൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയം മാത്രം പറഞ്ഞാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സമദ് എന്ന് പറയുന്നത്, അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാം അവനെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാ മലക്ക് എന്നാണ് ചോദ്യം പ്രസക്തമാണ്. ഇവിടെ പടച്ച തമ്പുരാൻ ആശ്രയം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനെയും നിമിത്തമാക്കുന്നില്ല എന്നർത്ഥമല്ല. ഇവിടെ നേരത്തെ മാഷ് സൂചിപ്പിച്ചു സംസാരത്തിൽ, എന്തിനാണ് പടച്ചോൻക്കാണ് ഉണ്ടാകാൻ പറഞ്ഞാൽ പോരെ? പടച്ചോൻക്ക് ഉണ്ടാകാൻ പറഞ്ഞാൽ മതി. പക്ഷേ പടച്ച തമ്പുരാൻ ഉണ്ടാകാൻ പറയലിന്റെ ഭാഗം തന്നെയാണ് അവന്റെ പ്രവർത്തനത്തിന് ചില രീതികൾ അവൻ വെച്ചത്. അത് അവന്റെ യുക്തിയാണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തെങ്ങിൽ ആണ് തേങ്ങയുണ്ടാകുന്നത്. പടച്ചോൻക്ക് തേങ്ങ മാത്രം അങ്ങനെ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. പക്ഷെ പടച്ചോൻ തന്നെ ഉണ്ടാക്കിയ ഒരു രീതിയാണ് തെങ്ങ് വേണം തേങ്ങ ഉണ്ടാകാൻ എന്നുള്ളത്. അവിടെ തെങ്ങ് പടച്ചോൻ വേറെ ആരെങ്കിലും കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പടച്ചോന് തേങ്ങക്ക് വേണ്ടി തെങ്ങിനെ ആശ്രയിക്കുന്നു എന്ന് പറയാമായിരുന്നു. അതല്ല, തെങ്ങും പടച്ചോന്റെ സൃഷ്ടി തന്നെ ആയതുകൊണ്ട് പടച്ചോൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ മലക്കുകൾ പടച്ചോന്റെ സൃഷ്ടിയാണ്, പടച്ച തമ്പുരാനാണ് അവയെ അടക്കി ഭരിക്കുന്നതും അവയെ സൃഷ്ടിച്ചതും അവയെ നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി ചില അഭൗതികമായ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അഭൗതിക കാര്യങ്ങളുടെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുള്ള അഭൗതികമായ അസ്തിത്വമാണ് മലക്കുകൾ. ആ മലക്കുകളെ പടച്ചോൻ ആശ്രയിക്കുകയല്ല, പടച്ച തമ്പുരാൻ നിശ്ചയിച്ച പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമാണ് മലക്കുകൾ. അത് മനസ്സിലാക്കുക. ഇപ്പോ പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ വേദങ്ങൾ നൽകാൻ വേണ്ടി നിശ്ചയിച്ചു. അവിടെ പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ ആശ്രയിക്കല, അതിൻ്റെ ആ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച രീതിയുടെ ഒരു മാർഗമാണത്. പിന്നെ ജിന്നും ശൈത്താനല്ലോ. പിന്നെ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം
സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയാണ്, നമസ്കാരം കാര്യങ്ങളെല്ലാം. ജിന്ന് ശൈത്താനെല്ലാം വിശ്വാസം, ജിന്ന് ശൈത്താനും ഉണ്ട് എന്ന് തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അഭൗതികമായ അറിവ് ലഭിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി എന്നും ആ അഭൗതികമായ അറിവ് ലഭിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ അഭൗതികതയുടെ വിഷയത്തിൽ കൃത്യമായ മാർഗരേഖകളാണ് എന്നുമുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പടച്ച തമ്പുരാൻ സൃഷ്ടാവ് അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മുടെ പരീക്ഷണ നാളിക്ക് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയില്ല. ധർമ്മങ്ങളെക്കുറിച്ച് പരീക്ഷണ നാളിയിൽ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതേപോലെ തന്നെ അഭൗതിക ലോകത്തെക്കുറിച്ച് നമുക്ക് പരീക്ഷണ നാളിയിൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് അറിവ് നൽകുവാൻ വേണ്ടിയാണ് പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരെ അന്തിമനാണ് മുഹമ്മദ് നബി. അവിടെ ഇസ്ലാം കൃത്യമായി യുക്തിയാധിഷ്ഠിതമായ ഒരു മാർഗം വെക്കുന്നു. എന്താണത്? അഭൗതികമായ അറിവുണ്ട് എന്ന പേരിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തി മുഹമ്മദ് നബി. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് പരിശോധിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കാം, അദ്ദേഹത്തിലൂടെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശോധിക്കാം. ഇത് ദൈവികമാണോ എന്ന് നിങ്ങൾക്ക് പരീക്ഷണാത്മകമായി വസ്തുനിഷ്ഠമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. അങ്ങനെ വസ്തുനിഷ്ഠമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ദൈവികമാണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് നബി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അത് വസ്തുനിഷ്ഠമായ പരിശോധനയാണ്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അഭൗതികമായ വിഷയങ്ങളിൽ നിങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണം എന്നുള്ളതാണ് നിലപാട്. അത് തികച്ചും ശാസ്ത്രീയമായ നിലപാടാണ്, യുക്തിപരമായ നിലപാടാണ്. കാരണം നമ്മുടെ ചിന്തക്കോ നമ്മുടെ യുക്തിക്കോ നമ്മുടെ അന്വേഷണത്തിനോ ചെന്നെത്താൻ പറ്റാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളുടെ വ്യക്തിത്വവും അവർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സംഭാവനയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് ദിവ്യമായ മാർഗദർശനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആ പരിശോധനയിൽ അതേ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞത് അഭൗതികമായ വിഷയങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായ മാർഗം. ആ മാർഗമാണ് മുസ്ലിങ്ങൾ ഈ രംഗത്ത് സ്വീകരിക്കുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു, ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ലാത്തത് തീർച്ചയായും വിശ്വസിക്കുന്നില്ല. അഭൗതികതയുടെ വിഷയത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ്. ചോദ്യം: ആശ്രയമില്ലാത്തവനാണെന്ന അള്ളാഹുവിന് മലക്കിനെ ആശ്രയിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടുണ്ടായിരുന്ന? അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത് അത് ദൈവത്തിൻ്റെ രീതിയാണെന്നാണ്. സംഗതി ശരിയാണെങ്കിൽ ചോദ്യകർത്താവ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ദൈവത്തിന് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അത് ദൈവം തന്നെ ഉണ്ടാക്കി വെച്ചാൽ, എന്നാൽ പിന്നെ ദൈവം എന്തിനാണ് ഞാൻ ആശ്രയമില്ലാത്തവനാണെന്ന് ആദ്യം പരാമർശിച്ചതിനാണ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വാചകം അതൊന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നിലപാടിനെ കുറ്റം പറയാൻ പറ്റില്ല. വേറൊരു പ്രശ്നമുള്ളത്, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് അഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യാനാണ് മലക്കുകൾ അയച്ചതെന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി ഇവിടെ ഭൂമിയിൽ ഭൗതിക ജീവിയായിട്ടുണ്ടായിരിക്കെ അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ആൾക്കാരും പോരെ ഭൂമിയിലെ മനുഷ്യരായിട്ട് ഇടപെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ? പിന്നെ മലക്കനെ നേരിട്ട് പറഞ്ഞയക്കണം. മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസപ്രകാരം മുഹമ്മദ് നബി ഒരിക്കൽ അള്ളാഹുവിനെ പോയി കാണുന്നുണ്ട്. ആകാശത്തിൻ്റെ അപാരതയിലേക്ക് ബുറാഖ് എന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറി അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചൊരുങ്ങുണ്ട്. ഇടയ്ക്ക് ഒരു സന്ദർശനം അങ്ങനെ കൊടുത്താൽ പിന്നെ ഈ മലക്കിൻ്റെ സേവയുണ്ടോ? അപ്പം ഇതിന് അങ്ങോട്ട് അയച്ചിട്ട് അവിടെ നിന്ന് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ മലക്കിനെ ആശ്രയിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മലക്കുകൾ യഥാർത്ഥത്തിലുള്ളതാണോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറഞ്ഞുകൂടാ. മലക്കുകൾ യഥാർത്ഥത്തിലുള്ള ജീവികളൊന്നുമല്ല. നബിക്ക് കാണാൻ കഴിഞ്ഞതല്ലാതെ വേറെ ആരും മലക്കിനെ കണ്ടിട്ടില്ല. അവരൊക്കെ സുതാര്യമായ ജീവികളാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാൻ കഴിയില്ല. അവരെ അതാര്യമാക്കിയിട്ടില്ല, കാണാൻ പറ്റിയ രൂപത്തിലാക്കിയിട്ടില്ല. അത് നബിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. മറ്റ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിച്ച ഈ ദൈവിക രൂപത്തിലുള്ള ജിന്ന്, മലക്ക്, സാത്താൻ തുടങ്ങിയതൊന്നും തന്നെ മറ്റുള്ളവർക്ക് തെളിവില്ല. നമ്മുടെ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ സാത്താനെ കല്ലെറിയുന്ന കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സമൂഹത്തിലെ ഒരു സത്യസന്ധമായ വിശ്വാസമാണ്. പക്ഷെ അതൊരു അന്ധവിശ്വാസമാണ്. സിമന്റിൻ്റെ തൂണിന് കല്ലെറിഞ്ഞാലൊന്നും മലക്കിനൊരു മണ്ണാങ്കട്ടിയും പറ്റൂല എന്ന് തിരിച്ചറിയാനെങ്കിലും ആധുനിക മനുഷ്യന് കഴിയില്ല എന്ന് പറയുന്നത് ഒരു കഷ്ടമാണെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മലക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനാണ്. അവനോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ കല്ലെറിയുമ്പോഴും മര്യാദയ്ക്ക് ആൾക്ക് കൊണ്ടില്ലെങ്കിൽ തിരിച്ചേറി വരാനുള്ള സാധ്യതയുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എറിഞ്ഞാൽ മതി.
പിന്നെ ജന്നും സാത്താനും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇങ്ങനെ ജിന്നും സാത്താനും ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാനും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ആ ജിന്നും സാത്താനും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും അത് ഒരു നല്ല ദൈവത്തിൻ്റെ, നന്മ മാത്രമായ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി അല്ല എന്നും, ഇങ്ങനെ തിന്മ സൃഷ്ടിച്ച ദൈവം നന്മയുള്ളവനാവില്ല എന്നൊരു വൈരുദ്ധ്യം അതിൽ ഉയർന്നു വരുന്നുണ്ടെന്നും, അതുകൊണ്ട് അള്ളാഹുവിനെ നന്മയുള്ളവൻ മാത്രമാക്കണമെങ്കിൽ ജിന്നിനെയും സാത്താനെയും നമുക്കടക്കം ഒന്നിച്ചു കൂടിയിട്ട് ഒന്ന് പുറത്താക്കുകയാണ് നല്ലതെന്നാണ് അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. അന്ത്യപ്രവാചകനെ അയച്ചു എന്ന പരാമർശം സൂചിപ്പിക്കുന്നുണ്ട്. അന്ത്യപ്രവാചകനെ അയച്ചതാണ് ഏറ്റവും വലിയ അപകടമായത്. മാറുന്ന ഒരു സമൂഹത്തിൽ മാറുന്ന ആവശ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന സമൂഹത്തിൻ്റെ സാമൂഹ്യമായ ആവശ്യങ്ങൾ പരിവർത്തിക്കേണ്ടതിന് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ പരിഷ്കർത്താക്കളായ പ്രവാചകന്മാർ വരണം. അത് ഇസ്ലാമിൽ വരുന്നില്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതുകൊണ്ട് പിന്നെ മിർസ ഗുലാം അഹമ്മദ് എന്ന പ്രവാചകനെ പോലും പൊതുവെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ അഹമ്മദിയ സഭയുടെ ഒരു പഞ്ചാബിലെ ഒരു പ്രവാചകൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനൊന്നും ദൈവം തീരുമാനിച്ചില്ല, ഞാൻ അതിൻ്റെ ശേഷം വന്ന പ്രവാചകനാണെന്നൊക്കെ പറയണ്ടായി. ഇതാര് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് തെളിവ് നടത്താൻ ഇതിൽ കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരെയും വ്യക്തിപരമായ നിഗമനങ്ങളാണ്. എന്തായാലും ശരി, അന്ത്യപ്രവാചക സങ്കല്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പുരോഗതിയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരീഅത്തിൽ പരിഷ്കാരം വേണമോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ ഈ അന്ത്യപ്രവാചകൻ ഉന്നയിച്ച അന്ത്യ നിയമങ്ങളാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. അതിനു പകരം കാലത്തിനനുസരിച്ച് ശരീഅത്തിലും ചില ഭേദഗതികൾ ആവശ്യമായ ഘട്ടങ്ങളിൽ ഉണ്ടാക്കാമെന്ന ഒരു നിലപാട് മുസ്ലിങ്ങൾക്ക് എടുക്കാൻ ഈ അന്ത്യപ്രവാചക സങ്കല്പം തടസ്സമാകുന്നുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. പിന്നെ ഖുറാനിക നിർദ്ദേശങ്ങൾ ഖുറാനിൽ പറഞ്ഞു എന്നതുകൊണ്ടും ദൈവത്തിൻ്റെതായതുകൊണ്ടും നമ്മൾ സ്വീകരിക്കണമെന്നാണ് അക്ബറിന് നമ്മോട് ശാസിക്കാനുള്ളത്. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തോട് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊരു മതമൗലികവാദത്തിൻ്റെ നിലപാടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മതഗ്രന്ഥം അതിൽ സത്യം, എൻ്റെ ദൈവം സത്യം, എൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതൊക്കെ ശരി, അതെല്ലാവരും സ്വീകരിക്കണമെന്ന് പറയുന്നത് ഒരു മതമൗലികവാദത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു നിലപാടല്ലേ എന്ന് അക്ബർ ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. മതമൗലികവാദിയാണ്, മതത്തിൻ്റെ മൗലികതയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മതമൗലികവാദിയെങ്കിൽ ഞാനൊരു മതമൗലികവാദിയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ശരി എന്നുള്ളത് എൻ്റെ അനുഭവമാണ്, എൻ്റെ പഠനത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവം. ആ അനുഭവം നൽകുന്ന എൻ്റെ അറിവിൻ്റെ, എൻ്റെ പഠനത്തിൻ്റെ അനുഭവം നൽകുന്ന വിശ്വസിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ ദൈവനിഷേധം എന്നുള്ളത് വളരെ വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ദൈവനിഷേധികൾ മണ്ടത്തരം സ്വീകരിക്കുകയും ആ മണ്ടത്തരത്തിലൂടെ പോവുകയും അവസാനം നിത്യനാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവരോട് ഞാൻ പറയും, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെയൊക്കെ രക്ഷയുടെ മാർഗമാണ്. അത് പറയുമ്പോൾ അത് മതമൗലികവാദമാണെങ്കിൽ ലോകത്ത് മൗലികവാദമല്ലാത്ത എന്താ ഉള്ളത്? കമ്മ്യൂണിസമാണ് ശരിയെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ മൗലികവാദമാകും അല്ലേ? അങ്ങനെ എന്തിനും മൗലികവാദം ഉണ്ടാകൂലേ? പിന്നീടുള്ളത് ജിന്നും ശൈത്താനുള്ള അന്ധവിശ്വാസമാണ്. അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ അനാലിസിസ് കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വളരെ വിശദീകരിച്ച് പറയാൻ അവസരമില്ല. നിങ്ങൾക്ക് ഖുർആനെയും പ്രവാചക ചര്യയെയും പ്രവാചകനെയും പരിശോധനാ വിധേയമാക്കാം. പരിശോധനാ വിധേയമാക്കിയിട്ട് നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാവാണ്, ഇദ്ദേഹത്തിന് ദിവ്യമായ വെളിപാടുകൾ ലഭിച്ചു എന്ന് മനസ്സിലായാൽ ആ വെളിപാടുകൾ ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച വെളിപാടുകളിൽ പറയുന്നത് സ്വീകരിക്കുന്നു എന്ന് മാത്രം. അത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്ന്, എൻ്റെ പഠനത്തിൽ നിന്ന്, പൂർണ്ണമായും വസ്തുനിഷ്ഠമായ പഠനത്തിൽ നിന്ന് ഖുർആൻ സമ്പൂർണ്ണമായി ദിവ്യമായ ദൈവികമായ കൃതിയാണെന്ന് മനസ്സിലാക്കുന്നു. സമ്പൂർണ്ണമായി ദൈവികമായ കൃതിയാണെന്ന് മനസ്സിലാക്കുന്നു. ഖുർആനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ഏതാരോപണവും വസ്തുനിഷ്ഠമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ആരോപണത്തിൽ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസം എന്നെ പ്രേരിപ്പിക്കുന്നു. വിശ്വാസം മാത്രമല്ല, എൻ്റെ പഠനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് മൗലികവാദമാണെങ്കിൽ ഞാനൊരു മൗലികവാദിയാകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിരോധമല്ല. പക്ഷേ മാഷത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏർപ്പെടുത്തിയ സ്റ്റേജിൽ മാഷോട് പ്രസംഗിച്ചോ എന്ന് പറഞ്ഞത്, മാഷ് സംസാരിച്ചോ എന്ന് പറഞ്ഞത്. ഭൗതികവാദികൾ പോലും ഞങ്ങൾക്ക് ഇതേപോലുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട, അടിവരയിട്ട് എടുത്തു പറയേണ്ട കാര്യം. കാരണം എന്താ, ഞങ്ങളല്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി യാതൊരു വിവരവുമില്ലാത്ത, ബുദ്ധിപരമായി അധമത്വത്തിലും അടിമത്വത്തിലുമായി കഴിഞ്ഞ പിന്നോക്ക ജനവിഭാഗമാണെന്നാണ് പൊതുവെ ഭൗതികവാദികളുടെ എഴുത്ത്. അതായിക്കോട്ടെ, നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഇത് രക്ഷയുടെ മാർഗമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ്. പിന്നെ അന്തിമ പ്രവാചകൻ എന്നുള്ള സങ്കല്പം വളരെ വിശദമായി പറയേണ്ടതാണ്. ശരീഅത്ത് മാറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് മുസ്ലിം ലോകത്തെ കുഴപ്പമെന്ന. മാറ്റാൻ ഏൽപ്പിക്കണ ആരെയാണ്? നേരത്തെ പറഞ്ഞ ആളുകളല്ലേ. മദ്യപാനം, വ്യഭിചാരം,
അതേപോലെ തന്നെ കൊള്ള, ഇതൊന്നും തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യേണ്ടത്? ശരീഅത്ത് മാറ്റാൻ, ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങൾ മാറ്റം വരുത്തുവാൻ ഏൽപ്പിക്കേണ്ടത്. അതിന് പകരം നിൽക്കേണ്ട ഇതാണ് ആധുനികതയുടെ നിയമം. അതാണല്ലോ ആധുനികതയുടെ നിയമം. സമൂഹം പുരോഗമിച്ചപ്പോൾ നമുക്ക് കേട്ടില്ലേ നിയമം അതാണല്ലോ. നമ്മളിപ്പോൾ പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി. ഇസ്ലാം പറയുന്നത് പറ്റില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിയമങ്ങൾ 100% മാനവികമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാം, നിങ്ങൾക്ക് അതിനെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മാനവികമാണെന്ന് അംഗീകരിക്കാൻ, മാനവികമാണെന്ന് വിചാരിക്കാൻ, മാനവികമാണ് എന്ന് അത് വിശദീകരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങടങ്ങുന്നത് എങ്ങനെ? അത് അനുഷ്ഠിക്കാനുള്ള അവകാശത്തിന് കൂച്ചുവിലങ്ങിടാൻ ആർക്കാണ് അവകാശം? ഇവിടെ വ്യഭിചാരം സാർവത്രികമാക്കാൻ നിയമമുണ്ടാക്കണമെന്ന് എഴുതാൻ എല്ലാവർക്കും പറ്റും. അതിനൊരു കുഴപ്പമില്ല, അതിന് യാതൊരു കുഴപ്പമില്ല. അത് പുസ്തകം എഴുതാം, അത് പ്രസിദ്ധീകരിക്കാം, അത് പബ്ലിഷ് ചെയ്യാം, അത് വിതരണം ചെയ്യാം, അല്ലെ? വിവാഹത്തിലൂടെ മാത്രമുള്ള ലൈംഗിക ബന്ധം മനുഷ്യ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പച്ചയായി എഴുതാം, ഒരു പ്രശ്നമില്ല. അതേസമയം കൃത്യമായ നിയതമായ നിയമങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ പറ്റില്ല, അത് പറ്റൂല. ഇപ്പൊ ഏക സിവിൽ കോഡിനെ കുറിച്ച് വളരെ വിശദമായി പറയേണ്ടതാണ്. ഞാൻ നിർത്തുകയാണ്, സമയം അവസാനിച്ചു. ഏക സിവിൽ കോഡിനെ കുറിച്ച് മാഷ് ഏക സിവിൽ കോഡിനുള്ള കുറെ മാർഗരേഖകൾ കഴിഞ്ഞ ലക്കം യുക്തിരേഖയിലുണ്ട്, 2 ലക്കങ്ങൾക്ക് മുമ്പ്. അതിൽ ഒന്നാമത്തത് ബഹുഭാര്യത്വം നിരോധിക്കണം എന്നാണ്. ശരി, ആശയപരമായി അംഗീകരിക്കാം. പക്ഷേ ബഹുഭാര്യത്വത്തിന് പകരം വെക്കാനുള്ള ഇതാണ് ഞാൻ നേരത്തെ വായിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല, അത് മാനവികം. ബഹുഭാര്യത്വം അത് പറ്റില്ല, ആധുനിക സമൂഹത്തിൽ അത് പ്രശ്നമാണ്. അപ്പൊ എന്താണ് ഈ മാനദണ്ഡം? ലൈംഗികമായി ബന്ധപ്പെടുന്ന സ്ത്രീക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, അവളുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ എന്ന് ചുണയോടുകൂടി, ആണത്തത്തോടുകൂടി പറയുന്ന ഏർപ്പാടോ? അതല്ല എവിടെയും നടന്ന് വ്യഭിചരിക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അപ്പോൾ തന്നെ പൈസ കൊടുത്ത് പിരിയുകയും ചെയ്യുക എന്ന ദുഷ്കർമ്മമോ? ഏതാണ് മാനവികം? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ പറയുന്നു ദിവ്യമായ പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ, അതാണ് 100% മാനവികം. ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും ആ നിയമങ്ങൾ അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു തരിക. ആ സ്വാതന്ത്ര്യത്തിൽ കൂടി കൈവച്ചുകൊണ്ട്, ആ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ഈ പറയുന്ന ധാർമ്മികത നടപ്പാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇന്ത്യ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നിടത്തോളം കാലം, ഇന്ത്യ രാജ്യം ജനാധിപത്യ മതേതര മതനിരപേക്ഷ രാഷ്ട്രമായി നിൽക്കുന്നിടത്തോളം കാലം അതിനനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. അതാര് തന്നെ എങ്ങനെ പറഞ്ഞാലും. അത് കാരണം, ഞാനത് പറയാൻ കാരണം, തീർച്ചയായും ഇസ്ലാമിലെ നിയമങ്ങൾക്കെല്ലാം ഒരു സാമൂഹ്യ പ്രസക്തിയുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഓരോ നിയമങ്ങൾക്കും കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രകാരം മുന്നോട്ട് പോകുവാൻ കൽപ്പിക്കപ്പെടുന്നതിന് പകരം വളരെ മൃഗീയമായ ഒരവസ്ഥാവിശേഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ ചോദ്യങ്ങൾ, ഈ ചോദ്യോത്തര പക്തി അവസാനിപ്പിക്കാനാണ് 2 പ്രാസംഗികരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വളരെ ദീർഘിച്ചു പോയി എന്ന അഭിപ്രായമാണ്. 9:10 ഉപസംഹാരം. രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത് ഇത് അവസാനിപ്പിക്കാനാണ്. ഇനി നമുക്ക് 4ാമത്തെ സെഷനിലേക്ക് കടക്കാം. ഉപസംഹാരമാണ്. 10 മിനിറ്റാണ് സമയം. കലാനാഥൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. യോജിച്ചു പോകണമെന്നൊരു മെസ്സേജ് എടുത്തത്. സുഹൃത്തുക്കളെ, ഈ സംവാദത്തിൻ്റെ അവസാന ഘട്ടമാണ്. പൊതുവെ വന്ന പരാമർശങ്ങൾക്ക് ജനറലായിട്ട് പറയാവുന്ന
ചില ഉത്തരങ്ങളെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ കൂടി വന്ന നിലയ്ക്ക് രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യങ്ങൾക്ക് അന്യോന്യം ഏറെക്കുറെ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ആവർത്തനപരമായിരിക്കാനാണ് സാധ്യത. എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇതുപോലെ ദൈവികമായ വെളിപാടുകളെ അവലംബമാക്കിയിട്ടാണ്. ആ ദൈവികമായ വെളിപാടുകൾ ശരിയാണെങ്കിൽ പുറം ഭാഗത്തുനിന്ന് അതിന് തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു നിലപാടില്ല. ദൈവികമാണ് എന്നതുകൊണ്ടാണ് ആ വെളിപാടുകൾ സ്വീകരിക്കപ്പെടുന്നത്. ഈ എല്ലാ മതവിഭാഗത്തിലെ ആചാര്യന്മാരും ഇത്തരം വെളിപാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വെളിപാടുകൾ തമ്മിൽ അസാധാരണമായ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ വെളിപാടല്ല മറ്റൊരു മതവിഭാഗത്തിൻ്റെ വെളിപാടിൽ. ഈ വെളിപാടുകളൊക്കെ ആകട്ടെ ജീവിതം മെച്ചപ്പെടുത്താൻ, മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനുള്ള അടിസ്ഥാന പ്രമാണങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതാണ്. മനുഷ്യാവകാശങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പലപ്പോഴും മതങ്ങളുടെ വെളിപാടുകളുടെ ഭാഗമായിട്ട് വന്ന തത്വങ്ങൾ ബാധകമായിട്ടില്ല. അതുകൊണ്ടാണ് വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ പലതും പരിഷ്കരിക്കപ്പെട്ടത്. ഇസ്ലാമിക വ്യക്തി നിയമങ്ങൾ പോലും, ശരീഅത്തിൽ പറയുന്ന പല നിയമങ്ങൾ പോലും പല മുസ്ലിം രാഷ്ട്രങ്ങളിലും ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട്. മുഹമ്മദ് ഖുത്ബിൻ്റെ ഈ ഒരു കൃതിയിൽ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ഏകസിവിൽ കോഡും വ്യക്തി നിയമവും എന്നുള്ള കൃതിയിലും ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ അടിസ്ഥാനപരമായി അതിൽ ഭേദഗതിയെക്കുറിച്ച് എൻ്റെ ഒരു നിലപാട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൗതികവാദികളുടെ തന്നിഷ്ടങ്ങൾ നടപ്പാക്കാനല്ല. യുക്തി വിചാരത്തിൽ പറഞ്ഞതുപോലെ വിവാഹ കാര്യത്തിലുള്ള നിലപാടുകളോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അതൊരു കേവലവാദപരമായ യുക്തിവാദത്തിൻ്റെ നിലപാടാണ്. നേരെ മറിച്ച് മാനുഷികമായ യുക്തിവാദത്തിന് അത്തരം നിലപാടുകളിൽ നിലനിൽക്കുന്ന ധാർമ്മിക സംഹിതകളോട് നീതി പുലർത്തുക എന്നൊരു നിലപാടെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ വിവിധ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ശരീഅത്തിൽ ചില ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ശരീഅത്ത് ഭേദഗതിയെക്കുറിച്ച് വെച്ച നിർദ്ദേശത്തിൽ ഭൗതികവാദപരമായ എന്തെങ്കിലും അസംബന്ധങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരു പഴുതും കൊടുത്തിട്ടില്ല. രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളെ അവലംബമാക്കിയിട്ടാണ് ഈ ശരീഅത്തിൽ ഭേദഗതി വരുത്തേണ്ടത് എന്നാണ് ഞാൻ ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം. ആ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുമായി പൊരുത്തപ്പെടാത്ത വല്ല പ്രസ്താവനകളും വല്ല നിയമങ്ങളും ശരീഅത്തിലുണ്ടെങ്കിൽ അത് ഭേദഗതിപ്പെടുത്തണമെന്നാണ് എൻ്റെ നിർദ്ദേശം. ആ ഗ്രന്ഥത്തിൽ ഞാനത് അടിവരയിട്ട് ഇന്നന്ന ആക്ടിനെതിരായി, മനുഷ്യാവകാശത്തിലെ ഇന്നന്ന വകുപ്പുകൾക്കെതിരാണ് ശരീഅത്തിലെ ഇന്നന്ന കാര്യങ്ങളെന്നും കള്ളി വരച്ച് രണ്ട് ഭാഗമായി കമ്പാരിസൺ നടത്തിക്കൊണ്ടാണ് ഞാനത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യാവകാശ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശരീഅത്തിലെ ഭേദഗതി. നേരെ ശരീഅത്തിലെ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേവലവാദപരമായ ഭേദഗതി ഞാൻ ഉന്നയിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ ഫലമായി മനുഷ്യ താല്പര്യങ്ങളും മനുഷ്യ ധാർമ്മികതയും തകർന്നു പോകാനും പാടില്ല. അതേപോലെ തന്നെ രണ്ടാമതൊരു അടിസ്ഥാന തത്വം ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്ന് പറയുന്ന അതിലെ 3-ാം ഭാഗത്തിൽ പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റുകൾ ഒരു മതവിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ റൈറ്റുകളിൽ ദോഷം വരാവുന്ന രൂപത്തിൽ ഈ പറഞ്ഞ ശരീഅത്ത് മാറ്റാൻ പാടില്ല. ശരീഅത്തിൽ നിന്നല്ല, ഒരു മതവിഭാഗത്തിൻ്റെ ദർശനങ്ങളിലും മാറ്റാൻ പാടില്ല. അപ്പോൾ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇതിന് വിധേയമായി മാത്രമേ അടിസ്ഥാനപരമായ മാറ്റം വരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് മറ്റ് മുസ്ലിം മതവിശ്വാസികൾക്ക് ഭയപ്പെടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ശരീഅത്തിൽ വന്ന ഭേദഗതികളെ കുറിച്ച് പഠിക്കുകയും ഇവിടെ ആ തരത്തിലുള്ളൊരു പരിഷ്കരണത്തിൻ്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പരിഷ്കരണത്തിന് നിലപാട് വേണമെന്നും പറയുമ്പോൾ അത് ഇസ്ലാമിക മതത്തിനെതിരായ വിമർശനമായിട്ടല്ല, ഒരു ചെറുത്തുനിൽപ്പായിട്ടല്ല, നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ സമൂഹ ജീവിതത്തിലുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാനതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഭേദഗതികളെ പറയുന്ന ആളുകളുടെ നിലവാരം നോക്കി ഭൗതികവാദി പറഞ്ഞാൽ അതൊക്കെ തള്ളുക എന്നൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചുകൂടാ. ആര് പറഞ്ഞാലും ന്യായം എവിടുന്ന് വന്നാലും സ്വീകരിക്കണം, ആര് പറഞ്ഞാലും അന്യായം തള്ളുക എന്ന ഒരു ത്യാജ്യഗ്രാഹ്യ വിവേചന നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത്. മറ്റൊരു കാര്യം സദാചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. മതം സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ നേട്ടം മതപരമായ സദാചാര മൂല്യങ്ങളെ നിങ്ങളുടെ പ്രാധാന്യമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മതപരമായ സദാചാരം ആത്മീയമായ അല്ലെങ്കിൽ ദൈവികമായ സദാചാരമാണ്. അതാത് മത നേതാവ് ഏത് കാലഘട്ടത്തിലാണോ അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനം നടത്തുന്നത് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു സദാചാരമേ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളിലുള്ള സദാചാരം ശാശ്വത സദാചാരമല്ല.
സദാചാരം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വിധേയമായി അതാത് സാമൂഹ്യ ഘടനയിൽ ജനവിഭാഗം കണ്ടെത്തുന്ന പൊതു മര്യാദയ്ക്ക് വേണ്ടിയിട്ടുള്ള സുഖജീവിതം നടത്താനുള്ള ചില നിയമങ്ങളാണ്. ഇതിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. അത് എനിക്ക് ഒരു വിഭാഗത്തിലെ ആളുകൾക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം കിട്ടണം. ദോഷം എല്ലാവർക്കും ഒരുപോലെയാണ്, ഗുണം എല്ലാവർക്കും ഒരുപോലെയാണെന്ന മാനദണ്ഡം വെച്ചിട്ടാണ് സദാചാരത്തെ വിലയിരുത്തേണ്ടത്. സദാചാരം മാറുന്ന ഒരു പ്രതിഭാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സമൂഹത്തിൽ നിന്നാണ് അതിൻ്റെ സദാചാര മൂല്യങ്ങൾ ഉയർന്നു വരുന്നത്. അതിന് മിൽട്ടനോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്, വളരെ ഗൗരവമേറിയ ഒരു പരാമർശം ഈ രംഗത്ത് ചരിത്രകാരനായ ഒരു പണ്ഡിതനാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യാലിറ്റി ആൻഡ് നോട്ട് ഓൺ റിലിജിയൻ. ധാർമ്മികത സാമൂഹികതയിൽ നിന്നാണ് വളർന്നു വരുന്നത്, അതിന് അടിസ്ഥാനപ്പെട്ടതാണ്, നേരെ മറിച്ച് മതത്തിൽ അധിഷ്ഠിതമല്ല. മതപരമായ സദാചാരം പോലും ആ മതം വളർന്നു വന്ന അതിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. നിങ്ങളെ വൈദിക സാഹിത്യത്തിൽ, ഹിന്ദു സാഹിത്യത്തിലേക്ക് കടന്നാൽ ഈ ബ്രാഹ്മിനിസം, വേദങ്ങളുടെ ബ്രാഹ്മിനിസം എന്ന് വന്നുവോ ആ ബ്രാഹ്മിൻ സംസ്കാരമാണ് ഹൈന്ദവ ദർശനങ്ങളിൽ പലതും കാണുന്നത്. ദളിത് സംസ്കാരത്തെ നശിപ്പിക്കുന്ന, വർണ്ണ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, വർഗ മേധാവികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന, നാടുവാഴിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ജാതി മേധാവിത്വത്തെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് വൈദിക സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അന്നത്തെ പണ്ഡിതന്മാരുടെ ഒരു പോരായ്മ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അത്തരം സംസ്കാരങ്ങളെയാണ് ആളുകൾ സ്വീകരിച്ചിരുന്നത്. പക്ഷെ വേദങ്ങൾ മാറ്റാൻ പാടില്ലാത്ത അപൗരുഷേയ ദർശനങ്ങളാകുമ്പോൾ പിൽക്കാലത്തെ പണ്ഡിതന്മാർക്ക് അത് മാറ്റം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ, 10,000-3000 കൊല്ലങ്ങളുടെ പിന്നിലുള്ള ദർശനങ്ങളെ ഇന്നും മതസമൂഹത്തിൻ്റെ നിയമങ്ങളായി മനുസ്മൃതിയെ കൂടെയും മറ്റൊക്കെ രൂപത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹം പോലും ഇന്ന് സ്വീകരിക്കാതെ അതിൽ കുറേ പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് മതങ്ങളിൽ മതത്തിൽ പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ലോകത്തുള്ള ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ മിക്കവാറും ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും മതനിരപേക്ഷ രാഷ്ട്രങ്ങളാണ്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അങ്ങനെ ശുദ്ധ മതനിരപേക്ഷ രാഷ്ട്രമെന്ന ഒരവസ്ഥ ഇപ്പോഴും ഉയർന്നിട്ടില്ല. ആരെങ്കിലും ചിലപ്പോൾ വന്നിരുന്നു, തുർക്കിയെ പോലെ, അവരൊക്കെ വീണ്ടും തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. അത്ര വലിയ ശക്തമായ എതിർപ്പാണ് അവിടെ ഉള്ളത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മതപരമായ ഈ മുൻവിധികളുടെ പിരിമുറുക്കം കൂടുതലുള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാമൂഹികതയിലാണ് മതധാർമ്മികത നിൽക്കുന്നത്, അല്ലാതെ ദൈവത്തിൻ്റെയോ മതത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെയോ പ്രമാണത്തിലല്ല എന്ന് കരുതി മൗലികമായ മൂല്യങ്ങൾ മനുഷ്യൻ പാലിച്ചേ തീരൂ. അത് യുക്തിവാദിക്കും ബാധകമാണ്. നാം അത്തരം തത്വങ്ങൾ പാലിക്കേണ്ടത് പരലോകത്തിൽ സ്വർഗം കിട്ടാനായിക്കൂടാ, ഇഹലോകത്തിലെ മനുഷ്യനെ സഹായിക്കുന്ന ഒരു മാനവിക ബോധത്തിൽ നിന്നൊരു ഹ്യൂമനിസ്റ്റിൻ്റെ സംസ്കാരത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് ഹ്യൂമനിസമാണ് വർത്തമാനകാലത്തിൽ നാം പ്രചരിപ്പിക്കേണ്ട സദാചാരത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഹ്യൂമനിസത്തിൽ അധിഷ്ഠിതമായ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമനിസ്റ്റ് അവകാശങ്ങൾ, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ആശയത്തെ അങ്ങനെ സൂചിപ്പിച്ചതും. അതുകൊണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് മതങ്ങളുടെ ഒരു പ്രത്യേകത, അവർക്കെതിരെ അതാത് മതങ്ങൾക്കെതിരായ അഭിപ്രായങ്ങളെ അതാത് രാജ്യങ്ങളിൽ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ എതിർക്കുകയാണ്. ശക്തമായ ബലപ്രയോഗത്തിൽ എതിർപ്പാണ് പലയിടത്തും വരുന്നത്. സ്വാതന്ത്ര്യം, മതവിരുദ്ധ സ്വാതന്ത്ര്യം ആരും അനുവദിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി മതങ്ങൾ വളരെയധികം വേവലാതികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മതപരിവർത്തന നിരോധ നിയമം തമിഴ്നാട്ടിൽ വന്നപ്പോൾ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കയ്യേറ്റമായിക്കൊണ്ട് പലരും അത് വിളിച്ചു പറയുകയുണ്ടായി. ശരിയാണ്, ഒരു മതനിഷേധം വരികയാണെങ്കിൽ സ്വാഭാവികമായും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയണം. പക്ഷേ മതനിഷേധികൾക്കും മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? അക്കാര്യത്തിൽ എന്താണ് മതങ്ങളുടെ നിലപാടെന്ന് നോക്കുമ്പോൾ മിക്കവാറും ബലപ്രയോഗത്തിലുള്ള തകർച്ചയാണ്. ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനിൽ യൂനുസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പാഠശാലയിൽ ക്ലാസ്സിലെ മുറിയിൽ എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ഒരു കളിവാക്യം പറഞ്ഞു കുട്ടികളോട്. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയുടെ മാതാപിതാക്കന്മാർ മുസ്ലിം ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം ആയിരുന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ദൈവനിന്ദ ആരോപിക്കുകയും അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ഉള്ളൊരവസ്ഥ വരികയും ചെയ്തു. പല രാജ്യങ്ങളിലെ ആളുകളും അത് പിൻവലിക്കണമെന്ന നിലപാടെടുത്തതിൻ്റെ ഫലമായി പാകിസ്ഥാൻ ആ നിയമം പിൻവലിച്ചിട്ടുമുണ്ട് എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കളി പോലും ഒരു ക്ലാസ് മുറിയിൽ ഒരു പ്രൊഫസർക്ക് ഒരു അഭിപ്രായം പറഞ്ഞുകൂടാ. അത് മതപരമായ ഒരു എതിർ പ്രചാരം പോലും ഒന്നും എഴുതുന്നില്ല. എൻ്റെ മാതിരി ഒരു പൊതുയോഗത്തിൽ നിന്ന് മതവിരുദ്ധ പ്രസംഗം നടത്തുന്നതിന് ഭാഗമാണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു കുറ്റകരമായ നിലപാടാണ്. ഇതൊരു പാഠശാലയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ വിവരം കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയാണോ പറഞ്ഞതെന്നുള്ളതിൻ്റെ വേറെ തെളിവൊന്നുമില്ല. ഞാൻ വായിച്ച രേഖയിൽ നിന്ന് കിട്ടിയ വിവരമാണ്. മറിച്ചും ചിലപ്പം വന്നേക്കാം. അത് ഒരുപക്ഷെ അതിനേക്കാൾ കവിഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മുസ്ലിം രാഷ്ട്രങ്ങളും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളും, അത് മതരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ മതി, ഏതെങ്കിലും രാഷ്ട്രം മതത്തിൻ്റെ പേര് പറയേണ്ട, മതരാഷ്ട്രങ്ങൾ പൊതുവെ അംഗീകരിക്കുന്നില്ല. സ്വതന്ത്ര ചിന്തയെ അവർ അടിച്ചമർക്കുന്നു, പുസ്തക പ്രസിദ്ധീകരണത്തെ അവർ തടുക്കുന്നു.
ഇപ്പം തന്നെ മാതാ അമൃതാനന്ദമയെ വിമർശിച്ച ഞങ്ങളുടെ ഒരു യുക്തിവാദി പ്രവർത്തകൻ്റെ പുസ്തകത്തെ നിരോധിക്കാൻ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിരിക്കുക. ഗവൺമെൻറ് പോലും ആ മതവിഭാഗം അത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. സർക്കാർ പോലും പക്ഷപാതപരമായ ഒരു നിലപാട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു വർഗീയവാദികളുടെ പക്ഷം നിന്നുകൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്നതിൽ മടിയില്ലാത്തൊരു ഗവൺമെൻറ്റിൽ നിന്ന് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലെനിക്കൊരു പുതുമ തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഒളവണ്ണയിലുണ്ടായ ഒരു സംഭവം പോലും, അതുപോലെ മാറാടുണ്ടായ സംഭവം കാണിക്കുന്നത് ഭരണകൂടം ഹിന്ദു വർഗീയ പക്ഷത്തിൻ്റെ ഭാഗത്താണ്. ഇതൊരു അത്ഭുതകരമായ നിലപാടല്ലേ? അതെന്തായാലും ഭരണകൂടത്തിൻ്റെ വർഗീയതയാണ്. അത് ആ വർഗീയത കൂടി ഈ മത നിഷേധത്തിൽ, ഈ മത സ്വാതന്ത്ര്യ നിഷേധത്തിലൊക്കെ, പുസ്തക പ്രചരണത്തിൻ്റെ നിഷേധത്തിലൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ഭരണകൂടങ്ങളുടെ മതപരമായ സ്വേച്ഛാധിപത്യവും അതുപോലെ മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തോന്നിവാസങ്ങളും അവസാനിപ്പിച്ചു തരും. മതം കൂട്ടണം രാഷ്ട്രീയം സമം വർഗീയത എന്നാണ് പ്രയോഗം. മതം സ്വന്തം നിലയ്ക്ക് വർഗീയതയല്ല. നേരെ മറിച്ച് മതം കൂട്ടണം രാഷ്ട്രീയം, അതാണ് വർഗീയത. മതത്തെ രാഷ്ട്രീയക്കാർ പരമാവധി ദുരുപയോഗപ്പെടുത്തി വർഗീയത സൃഷ്ടിക്കാൻ, രാഷ്ട്രീയക്കാരെ മതക്കാരും പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവരുടെ വർഗീയത വികസിപ്പിക്കാൻ. അങ്ങനെ മതക്കാരാണോ രാഷ്ട്രീയക്കാരാണോ വർഗീയത വളർത്തുന്നതെന്ന് ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ വർഗീയത വികസിച്ചു വരികയാണ്. ഒരു മതവിഭാഗത്തിൻ്റെ വർഗീയത മറ്റൊരു വിഭാഗത്തിൻ്റെ ശത്രുതയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മതങ്ങൾക്കെതിരായി നടത്തുന്ന ഹീനകർമ്മങ്ങളാണ്, നിഷേധകർമ്മങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ മതങ്ങളാണ് മതങ്ങളുടെ യഥാർത്ഥ ശത്രു, യുക്തിവാദികളും ഭൗതികവാദികളും എന്നല്ല. ഞങ്ങളിങ്ങനെ അഭിപ്രായം പറയുള്ളൂ. മൂക്ക് പിടിക്കാനും കൊന്നി പിടിക്കാനൊന്നും ഞങ്ങളാരും തയ്യാറായിട്ടില്ല. അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരുമാണ്. നേരെ മറിച്ച് ഒരു മതവിഭാഗം മറ്റൊരു മതമാണ് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ പിന്നിക്കിടക്കുന്നത്. ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിനെതിരെ നടത്തുന്ന ഹീനകർമ്മങ്ങളാണ്. ഇത് തടയേണ്ടത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിനെ കഴിയും, ഒരു മതരാഷ്ട്രത്തിന് സാധിക്കില്ല. അതുകൊണ്ട് മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തുക എന്ന് പറയുമ്പോൾ മതത്തെ നശിപ്പിക്കുക എന്ന അർത്ഥമാകുന്നില്ല. മറിച്ച് മതത്തെ മതപരമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മതപരമായ വേദിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രം കെട്ടിപ്പടുത്തുകൊണ്ട് മതങ്ങളെ അപകടപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് മതവിശ്വാസികളെ രക്ഷപ്പെടുത്തേണ്ടത് നല്ലവരായ മതവിശ്വാസികളുടെ ചരിത്രപരമായ കടമയാണ്. ആ മാനുഷികമായ കടമയിലേക്ക് എല്ലാ മനുഷ്യസ്നേഹികളായ മതവിശ്വാസികളെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ രംഗത്ത് നിങ്ങളുടെ സംഭാവനകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ശുദ്ധ മതനിരപേക്ഷ രാഷ്ട്രമാക്കാൻ മനുഷ്യജീവിതത്തെ ഇന്ത്യക്കാരെ മതനിരപേക്ഷവൽക്കരിക്കുക എന്ന് പറയുന്നൊരു മഹാകർമ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ഒന്നുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്ദർഭം നിന്ന് നന്ദി രേഖപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി ഉപസംഹാരം എൻ്റെ സെഷൻ്റെ അവസാനം എന്നുള്ള നിലയ്ക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ മാഷ് പറഞ്ഞ ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ട നന്മകളെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുവാൻ ലഭിക്കുന്ന സകല വടികളും എടുത്ത് ഉപയോഗിക്കുന്ന ഭൗതികവാദികൾ, ആ ഭൗതികവാദികൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മുഖം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനെതിരെ നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായും സമൂഹം ചെറുത്തു നിൽക്കും. സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പ് പല രൂപത്തിലായിരിക്കും. ഇപ്പം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം കേരളത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇസ്ലാമികമായ നവജാഗരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആ ഇസ്ലാമികമായ നവജാഗരണം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാന സങ്കല്പങ്ങളിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടാണ്. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. മുസ്ലിം സമൂഹത്തിൽ ഉള്ള ധാർമ്മിക വൽക്കരണം നടക്കുന്നത്, അല്ലെങ്കിൽ മാനവിക വൽക്കരണം നടക്കുന്നത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും ആശയങ്ങളിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയം ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയാൻ, മാനവികതക്കെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് വെല്ലുവിളിയാണ്. നിങ്ങൾ സ്ഥാപിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം മാനവികതക്കെതിരാണെന്ന് പറയാൻ കഴിയില്ല. അത് നടപ്പാക്കിയിടത്തുള്ള പ്രശ്നമുണ്ടാകാം, അത് സ്വീകരിച്ചിടത്തുള്ള പ്രശ്നമുണ്ടാകാം. അത് ഏത് നിയമത്തിനുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അത് യഥാരൂപത്തിൽ നടപ്പാക്കുവാനുള്ള അവസരമുണ്ടാക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ? ഈ രൂപത്തിലുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തൊരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയുടെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിന്റെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്.
അതേപോലെ തന്നെ എന്ത് ഭക്ഷിക്കണം, എന്നിങ്ങനെ വസ്ത്രം ധരിക്കണം എന്നെല്ലാമുള്ള വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കേവലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതല്ല, മറിച്ച് സർവശക്തനായ തമ്പുരാൻ അവസാന നാളുവരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിച്ച നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മാനവികമല്ലാന്ന് അഭിപ്രായമുണ്ടോ? അഭിപ്രായം ആർക്കുണ്ടാകാം, അത് അവതരിപ്പിക്കാം. മാനവികമാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള തീർച്ചയായും ഉത്തരവാദിത്വം ആ മതത്തിന്റെ വാദക്കാർക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും പറയല്ല, ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേകമായ ഒറ്റപ്പെട്ട സംഭവത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള ആരെങ്കിലും കൊടുക്കുന്ന മതവിധികളോ ഫത്വകളോ ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വരവ് വെക്കരുത്. മറിച്ച് അത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ മതത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയുണ്ട്. അത് ഭൗതികവാദികളാണ് ലോകത്ത് മതത്തെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന വസ്തുത ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. മതത്തെ ഉപയോഗപ്പെടുത്തി മതത്തിനും സമൂഹത്തിനും എതിരാക്കി തീർത്തത് ഭൗതികവാദികളാണ്, യുക്തിവാദികളാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. MC ജോസഫിന്റെ ലേഖനം ഞാനിവിടെ വായിച്ചു. അവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഭൗതികവാദികളുടെ കൈകളിൽ നിന്ന് മതത്തെ സംശുദ്ധീകരിക്കുക. നാം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളിലെ ആ മതഗ്രന്ഥങ്ങളുടെ വക്താക്കളാണ് അത് പറയേണ്ടത്. ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ആ പരിശോധന വിധേയമാക്കി അത് ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുമെങ്കിൽ ആരെയും നിർബന്ധിക്കണ പ്രശ്നമില്ല. ഇസ്ലാമിൽ ആരെയെങ്കിലും പിടിച്ച് മുസ്ലിങ്ങളാക്കുന്ന പ്രശ്നവുമില്ല, ആരെയെങ്കിലും പിടിച്ച് മതത്തിന്റെ വിഷയത്തിൽ നിർബന്ധിക്കുന്ന പ്രശ്നമല്ല. അതേസമയം നിങ്ങൾക്ക് ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ചത് ദിവ്യമായ പ്രചോദനമുള്ളതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള അവസരമുണ്ടാകണം. അത് ജീവിതത്തിൽ പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള അവസരമുണ്ടാകണം. അതിന് കേവലമായ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറയാൻ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ സാധ്യമല്ല. തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങൾക്ക് അതിൻ്റെതായ ധാർമ്മിക പദ്ധതിയുണ്ട്. വ്യഭിചാരം സാർവത്രികമാക്കണമെന്ന് പറയുന്ന, അതേപോലെ തന്നെ സഡോമി, സ്വവർഗരതി ഒരിക്കലും ഒരു മനുഷ്യാവകാശമാണ് എന്ന് പറയുന്ന, ഗർഭഛിത്രം മനുഷ്യാവകാശമാണ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആധുനിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ധാർമ്മിക സംഹിതയുമായി പൂർണ്ണമായി യോജിച്ചു വന്നുകൊള്ളണമെന്നില്ല. ഇസ്ലാം പറയുന്നത് ഇതിന് വിരുദ്ധമായ പൂർണ്ണമായ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ദിവ്യമായ വെളിപാടുകളിൽ അധിഷ്ഠിതമായ ധാർമ്മിക പദ്ധതിയാണ്. അവിടെ പരിശുദ്ധ ഖുർആനിലേക്ക് തിരുസുന്നത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടുള്ള യഥാരൂപത്തിലുള്ള മാനവിക വൽക്കരണമാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടതും. ഇതേ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായും വളരെ വിനീതമായ ഒരു കാര്യം പറയാനുണ്ട്. അവസാനമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇവിടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അഭൗതികമായ വിഷയങ്ങളിൽ കൃത്യമായ പ്രമാണങ്ങളായി പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും, ഞാനൊരു കഥ പറയാറുണ്ട്. ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മീനിന്റെയും തവളയുടെയും കഥ. ഒരേ കുളത്തിലൂടെ ഒരു മീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തിന്റെ മുന്നിൽ അവന് ഇഷ്ടമുള്ള ഒരു ഇര വന്ന് നിൽക്കുന്നു. ഇഷ്ടമുള്ള ഇര. ആ ഇര കടിക്കാൻ വേണ്ടി, ഭക്ഷിക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തോട് തവള വന്നുകൊണ്ട് പറയുന്നു, മീനെ അത് തിന്നരുത്, അത് തിന്നാൽ അതിന് പിന്നെ ഒരു കൊളുത്തുണ്ട്, ആ കൊളുത്ത് നിന്റെ ചെകിളയിൽ കുടുങ്ങും. ആ ചെകിളയിൽ കുടുങ്ങിയാൽ പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇരിക്കുന്നുണ്ട്, അവന്റെ ചൂണ്ടലിന്റെ ഭാഗമാണ് ഈ കൊളുത്ത്. അവൻ നിന്നെ വലിച്ചു കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോയി നിന്നെ അറുത്ത് മുറിച്ച് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുത്തതിന് ശേഷം അവനും അവന്റെ കുടുംബക്കാരും കൂടി കറുമുറു തിന്നും. ഈ സമയത്ത് മത്സ്യം പറയാണ്, ഏയ് ഇതെല്ലാം വെറും അടിസ്ഥാനരഹിതമായ കാര്യം. ഇത് എന്റെ മുന്നിൽ നിൽക്കുന്ന മീൻ അതൊന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന ഇര ഞാനൊന്ന് തിന്നട്ടെ. ആരെങ്കിലും ചീനച്ചട്ടിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ? മത്സ്യം ചോദിക്കുകയാണ്, ആരെങ്കിലും ചീനച്ചട്ടിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ? ഇത് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന മത്സ്യത്തെക്കുറിച്ച് പരിതപിക്കാനേ നമുക്ക് കഴിയൂ. കാരണം എന്താ? രണ്ട് ലോകത്തെക്കുറിച്ച് നമുക്കറിയാന്നുള്ളതുകൊണ്ട്. മത്സ്യം ചെയ്യേണ്ടത് എന്താണ്? അവൻ വിവരമുള്ളവനാണെങ്കിൽ, ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് ഒന്നാമതായി ഈ തവളക്ക് ഈ കുളത്തിനപ്പുറത്തെ വല്ല അറിവും ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമതായി ചെയ്യേണ്ടത് ഈ തവള കളവ് പറയാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് പരിശോധിക്കണം. കുളത്തിനപ്പുറത്തുള്ള അറിവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായാൽ, അത് കളവ് പറയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് പറയുന്നത് സ്വീകരിക്കുക എന്നതാണ് യുക്തി, ബുദ്ധി. പ്രവാചകന്മാർ വന്ന് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നു, ഇതാ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ രക്ഷാശിക്ഷകളുണ്ട്,
മരണത്തോടു കൂടി നിങ്ങൾക്ക് പിന്നീട് തിരുത്തുവാൻ അവസരമില്ല. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി അദ്ദേഹത്തിന് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഞാൻ ഖുർആൻ പരിശോധിച്ചു. ഖുർആൻ പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നു ഇത് കൃത്യമായി ദിവ്യമായ വെളിപാടാണ് എന്ന്. നമുക്ക് പരിശോധിക്കാം. ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ പരിശോധിക്കുകയാണ്, മുഹമ്മദ് നബി കളവ് പറയാൻ സാധ്യതയുണ്ടോ എന്ന്. 40 വയസ്സ് വരെ ഒരാൾ പോലും അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് പറയാത്തൊരു വ്യക്തിത്വം, എന്തെങ്കിലും സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ കളവ് പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വം അദ്ദേഹം പറയുന്ന കാര്യമാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിശോധനയിൽ ഇങ്ങനെയൊരു ലോകം ഇല്ല എന്ന് പറയാൻ കേവലമായി നിഷേധിക്കാതെ മത്സ്യത്തിന്റെ അവസ്ഥയാണ്. കുളത്തെക്കുറിച്ച് മാത്രം അറിയുന്ന മത്സ്യത്തിന് അത് നിഷേധിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് പരിശോധിക്കാൻ തയ്യാറാകാത്തവരെ യുക്തിവാദികൾ എന്ന് വിളിക്കുമെങ്കിൽ അതിന് യുക്തിവാദം എന്നാണോ പറയാതെ അതിന് അറിവ് എന്നാണോ പറയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വളരെ വിനീതമായി പറയാനുള്ളത്, സഹോദരങ്ങളെ ആരായിരുന്നാലും പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിമർശനാത്മകമായി തന്നെ പഠിക്കുക. പക്ഷേ ഖുർആനിൽ നിന്ന് പഠിക്കുക, സുന്നത്തിൽ നിന്ന് പഠിക്കുക. അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് അനുഭവങ്ങൾ നൽകുന്ന സാക്ഷ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, ഇതേപോലെയുള്ള തുറന്ന വേദികൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുമ്പോൾ അത് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി കൊണ്ട് കാണുന്ന വ്യക്തിയാണ്. എവിടെ കൂടിയ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ അവസരം ലഭിക്കുക എന്നത് പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചൊരു ദൗത്യത്തിന്റെ നിർവഹണമായി കാണുന്ന വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരേപോലെ എഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ വെച്ച് ഞാനും നിങ്ങളും സാക്ഷികളായി പടച്ച തമ്പുരാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഇതാ നമ്മുടെ ഈ കൂടിച്ചേരൽ അതിന് നിങ്ങളും പടച്ച തമ്പുരാന് സാക്ഷിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഠിക്കണം നമ്മൾ. അതോടൊപ്പം തന്നെ വളരെ വിനീതമായി എൻ്റെ ഭൗതികവാദി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കിട്ടുന്ന വടിയെല്ലാം എടുത്തുകൊണ്ട് ഇസ്ലാമിനെ തല്ലുക എന്നൊരു ഏർപ്പാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായി മുസ്ലിം സമൂഹം വൈകാരികമായി പ്രതികരിച്ചു പോകും. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളിലൂടെ തന്നെ കടന്നുപോയാൽ കാണാൻ കഴിയും, വളരെ വൾഗറായ ഭാഷയിൽ, അതേപോലെ തന്നെ വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ, പരിശുദ്ധ പ്രവാചകനെ, പരിശുദ്ധ ഖുർആനിനെ എല്ലാം വിമർശിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും പല തരത്തിലുള്ള മനുഷ്യരുണ്ടാകും, വൈകാരികമായി പ്രതികരിക്കും. അതെല്ലാം മതവിശ്വാസികൾ മതമാകെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഞാൻ തോന്നിവാസം പറഞ്ഞാൽ എന്നെ വെറുതെ വിടും, എന്നെ വെറുതെ വിടില്ല. അതിൻ്റെതായ അവരുടെ മാന്യത നമ്മൾ കാക്കണം. അതേസമയം എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ അത് സമഗ്രമാണ്, സമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെ അത് അദ്വിതീയമായ അന്യൂനമായ പ്രമാണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു എന്നതുകൊണ്ട് തകർന്നു പോകുന്ന, പൊലിഞ്ഞു പോകുന്ന വിളക്കല്ല അത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും വിമർശനം കേൾക്കുമ്പോഴേക്ക് വൈകാരികമായി പ്രതികരിക്കാതെ ബൗദ്ധികമായി, ബുദ്ധിപരമായി അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ സുഹൃത്തുക്കളോട് ആ കാര്യം സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ പൂർണ്ണമായി നമ്മൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇനിയും പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ, അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ സൗഹൃദത്തിലേക്ക്, കൂടുതൽ സാഹോദര്യത്തിലേക്ക്, കൂടുതൽ അടുക്കുവാൻ ഉള്ള സന്ദർഭങ്ങളിലേക്ക് ഇത്തരം ചർച്ചകൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ സത്യാന്വേഷണത്തിന്, അങ്ങനെ രക്ഷയുടെ മാർഗം കണ്ടെത്തുന്നതിന് എല്ലാവർക്കും ഇത്തരം ചർച്ചകൾ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ആരുടെയും മേൽക്കോയ്മ കാണിക്കാനോ ആരുടെ മേലും എന്തെങ്കിലും അവകാശങ്ങൾ പിടിച്ചെടുക്കാനോ ചുമത്താനോ അല്ല, മറിച്ച് പ്രബോധന ദൗത്യത്തിൻ്റെ ഭാഗമായി സത്യസന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇവിടെ നാം ശ്രവിച്ചു മാസ്റ്ററുടെ, കലാനാഥൻ മാസ്റ്ററുടെ ഭൗതികവാദത്തെ സത്യമായി വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
വാദവും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സത്യമാണെന്ന് വാദിച്ചുകൊണ്ട് അക്ബറിൻ്റെ വാദവും. ഇതിൽ നിന്നും ആത്മാർത്ഥതയോടെ നിഷ്പക്ഷയോടുകൂടി ഇതിനെ വിശകലനം ചെയ്ത് സത്യമായ രീതിയിൽ അത് അംഗീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. മാസ്റ്റർ പൂർണ്ണമായും ദൈവനിഷേധിയാണ് എന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ദൈവമില്ല, പരലോകമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണമായും അതില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഹൈപ്പോത്തസിസ് ആയാലും തിയറി ആയാലും സങ്കല്പമായാലും അത് അദ്ദേഹം പരമാവധി തെളിയുന്നത് വരെ കാത്തിരിക്കും. അതെടുക്കാനോ അതിനെ തള്ളാനോ അദ്ദേഹം തയ്യാറല്ല എന്നാണ് ഭൗതിക സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സിദ്ധാന്തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ നീതി ദൈവത്തോട് അദ്ദേഹം കാണിച്ചില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ദൈവത്തിൻ്റെ കാര്യത്തിൽ അത് തെളിയുന്നത് വരെ കാത്തിരിക്കാൻ, അല്ലെങ്കിൽ അതുണ്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറാകാതെ ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കാനും പരലോകമില്ല എന്ന് പ്രഖ്യാപിക്കാനും അദ്ദേഹം തുനിഞ്ഞു. എങ്കിലും അദ്ദേഹം ബിഗ് ബാങ് തിയറിയോടും മറ്റെല്ലാ സിദ്ധാന്തങ്ങളോടും എടുക്കുന്ന അതേ നീതി ദൈവത്തോടും എടുക്കുകയാണെങ്കിൽ വരുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഉചിതമാകുന്ന രീതിയിൽ അത് തെളിയാൻ കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സുണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ലോകത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അക്ബർ ദൈവത്തെ ദൈവത്തിൻ്റെ സത്യത്തെ ഇവിടെ വിശദീകരിച്ചു. തുറന്ന മനസ്സോടുകൂടി വിശകലനം ചെയ്യുവാനും തുറന്ന മനസ്സോടുകൂടി വിമർശനാത്മകമായി തന്നെ വിമർശിക്കാൻ വേണ്ടിയായാലും സത്യം മനസ്സിലാക്കാനും അതിനെ തുറന്നുകൊണ്ട് നിഷ്പക്ഷമായ രീതിയിൽ വിലയിരുത്തുവാനും നിങ്ങളുടെ മുന്നിൽ ഇത് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകടനമാണ് അടുത്തത്. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്. നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദാ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ.